ബ്രസീൽ ഇത്തവണ ഗ്രൂപ്പ് സ്റ്റേജ് കടക്കില്ലേ? ബ്രസീൽ ഇത്തവണ ഗ്രൂപ്പ് ചാമ്പ്യന്മാരുമാവില്ലേ? കാരണം ആരാണ്? കാരണം എന്താണ്? ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്വർക്ക്. അങ്ങനെ വേൾഡ് കപ്പിലെ ആദ്യ മത്സരം കളിക്കാനായിട്ട് നാളെ വെളുപ്പിനെ 3:30 ബ്രസീൽ ഇറങ്ങുകയാണ്. അപ്പോ മൊറോക്കോയ്ക്കെതിരെയാണ് മത്സരം. അപ്പോ ഇവിടെ എല്ലാവർക്കും വലിയൊരു ആശങ്കയുണ്ട്. കാരണം ചിലർ പറയുന്നു ബ്രസീൽ ഇത്തവണ ഗ്രൂപ്പ് സ്റ്റേജ് കടക്കില്ല എന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നു ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് എന്തായാലും ബ്രസീൽ മുമ്പോട്ട് വരില്ല എന്ന് പറയുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ കാരണങ്ങൾ എന്താണ്? സോ എന്റെയും ഒരു കാഴ്ചപ്പാടില്ല. ആസ് എ ബ്രസീൽ ഫാൻ, ഞാനൊരു ബ്രസീൽ ഫാൻ ആണല്ലോ. അപ്പൊ എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ മുന്നോട്ട് പോവുക, മുന്നിൽ വരുന്ന എല്ലാവരെയും തോൽപ്പിച്ച് മുന്നിലേക്ക് പോയി വേൾഡ് കപ്പ്, അതായത് 2026 ഫിഫ വേൾഡ് കപ്പ് ബ്രസീൽ ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് എന്റെയും ആഗ്രഹം. പക്ഷെ ഇത് ഫുട്ബോൾ ആണ്. സോ അവിടുത്തെ ഫാക്ട് അല്ലെങ്കിൽ ഫുട്ബോളിന്റെ ഗതി എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ബ്രസീൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി മാറുക എന്നുള്ളത് ഇച്ചിരി കഠിനമേറിയ ഒരു കാര്യമാണെന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. അതിന്റെ കാരണം മറ്റാരുമല്ല, മറ്റൊന്നുമല്ല, അത് മൊറോക്കോ തന്നെയാണ്. ഹക്കീമിയുടെ മൊറോക്കോ, ഹക്കീമി നയിക്കുന്ന മൊറോക്കോ. നമുക്കറിയാം, ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ ചിലര് പറയും മുൻകൂർ ജാമ്യം എടുക്കുകയാണല്ലേ എന്നൊക്കെ പറയും. പക്ഷെ ഇത് അങ്ങനെ ഒന്നും അല്ല. സോ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. ഫാക്ട്, വാട്ട് ഈസ് മൊറോക്കോ? എന്താണ് മൊറോക്കോ? നമ്മുടെ ഫിഫ റാങ്കിങ് നമ്മൾ 1, 2, 3, 4, 5 കഴിഞ്ഞാൽ 6ാം സ്ഥാനത്താണ് ബ്രസീൽ എന്നുള്ള കാര്യം നമുക്കറിയാം. അതിന്റെ തൊട്ട് താഴെ 7ാം സ്ഥാനത്തുള്ള ടീം മൊറോക്കോ ആണ്. അതായത് ആഫ്രിക്കൻ കൺട്രീസിലെ 1ാം സ്ഥാനക്കാരാണ് അവര്. അപ്പോ പിന്നെ നമ്മൾ മൊറോക്കോയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ ഇപ്പം കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള മത്സരങ്ങൾ മുഴുവൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ വലിയ ലോസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം ആഫ്രിക്കൻ ഫൈനൽ നമ്മൾ കണ്ടതാണ്. ഫൈനലില് വലിയ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സെനഗല് അവിടെ ചാമ്പ്യൻസ് ആയി. ഭയങ്കരമായിട്ടുള്ള നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായിട്ടുള്ളൊരു ഫൈനലാണെന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ളൊരു ഫൈനലായിരുന്നു മൊറോക്കോ വേഴ്സസ് സെനഗൽ നടന്നത്. അപ്പൊ അതിൽ ഉണ്ടായ കോൺട്രവേഴ്സീസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. സെനഗൽ അവസാനം കപ്പ് ഉയർത്തുന്നുണ്ട്. കപ്പ് ഉയർത്തിയെങ്കിലും മൊറോക്കോ അതൊരു അപ്പീലിന് പോയിട്ടുണ്ട്. അപ്പൊ അപ്പീല് വിൻ ചെയ്തത് മൊറോക്കോ ആണ്. പക്ഷെ ട്രോഫി ഇപ്പോഴും ഉള്ളത് സെനഗലിന്റെ കയ്യിലാണ്. ഇതൊക്കെ നമുക്കറിയാം. എങ്കിലും ആ ഒരു മത്സരം മാത്രം മാറ്റിവെച്ച് കഴിഞ്ഞാൽ മുമ്പോട്ടുള്ള എല്ലാ മത്സരങ്ങളിലും എനിക്ക് തോന്നുന്നു ഏറെക്കുറെ 98% മത്സരങ്ങളിലും മൊറോക്കോ അൺബീറ്റൺ ആണ് എന്നുള്ളതാണ്. എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് നമുക്കറിയാം. കഴിഞ്ഞ വേൾഡ് കപ്പിൽ സെമി ഫൈനൽ കളിച്ച ടീമാണ് മൊറോക്കോ. കഴിഞ്ഞ സീസണിൽ ക്വാർട്ടർ ഫൈനലിൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ തോൽപ്പിച്ച ടീമാണ് മൊറോക്കോ. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ പല വമ്പന്മാരെയും മലർത്തി അടിച്ചിട്ടാണ് മൊറോക്കോ നിൽക്കുന്നത്. സോ ബ്രസീൽ എന്ന് പറയുന്നത്, ബ്രസീലിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം. നമ്മൾ ബ്രസീലിന്റെ ടീമിനെ പറ്റിയിട്ട് പല തവണ അനലൈസ് ചെയ്തതാണ്. ബ്രസീലിന്റെ സ്കോഡിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം കാർലോ ആൻചലോട്ടി എന്ന ആ ഒരു ഡോൺ അവിടെ ഉണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പ്രതീക്ഷ. ആൾ ഏത് രീതിയിലാണ് ബ്രസീൽ ടീമിനെ മേക്ക് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ആള് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാണാനാണ് ഞാനടക്കമുള്ള എല്ലാ ബ്രസീൽ ഫാൻസും വെയിറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് നെയ്മർ ജൂനിയർ തിരികെ വന്നിട്ടുണ്ട്. സോ അതാണ് ഏറ്റവും വലിയ ആശ്വാസം. ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് നെയ്മർ, അതായത് നമ്മളുടെ സ്വന്തം സുൽത്താൻ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നെയ്മറുടെ കളിയും കാര്യങ്ങളും ഒക്കെ എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. ഇപ്പോൾ നെയ്മർ ആണെങ്കിലും ഫിറ്റ്നസിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്വാഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മുടെ ബ്രസീലിന്റെ അറ്റാക്കിംഗ് ആൻഡ് അതേപോലെ മിഡ് ഒക്കെ അതിഗംഭീരമാണ്. മിഡിലേക്ക് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന ഒരു പൊസിഷനിലേക്ക് നെയ്മർ കൂടി എത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറ്റാക്കിങ്ങിന്റെ കാര്യത്തിൽ നമുക്ക് കണ്ണും കൂട്ടി പറയാം, കിടിലമാണ്. ഇത്രയും വലിയൊരു അറ്റാക്കിംഗ് നിര മറ്റൊരു ടീമിന് ഇല്ല എന്നുള്ളത് അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് പറയാം. പക്ഷെ ഞാൻ ഇപ്പോഴും ആശങ്ക പ്രകടിപ്പിക്കുന്നത് നമ്മുടെ ബാക്ക് ലൈനിലാണ്. ആ ഒരു ബാക്ക് ലൈനിൽ എനിക്ക് അത്ര വിശ്വാസം ഇല്ല എന്നുള്ളത് തന്നെയാണ്. മാർക്കിഞ്ഞോസ്, ഗബ്രിയേൽ ഉണ്ട്, ശരിയാണ്. പക്ഷെ എന്നാലും വെസ്ലി, എനിക്കങ്ങോട്ട് ഒരു തൃപ്തി തോന്നുന്നില്ല. അതായത് ഈ തിയാഗോ സിൽവ, ഡാനി ആൽവസ്, മാർസെലോ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു തൃപ്തി എന്തായാലും ഈ സ്ക്വാഡിൽ എനിക്ക് ബാക്ക് ലൈനിൽ തോന്നുന്നില്ല എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ കാർലോ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ മികച്ച ടീമല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം. പക്ഷെ മികച്ച ടീമുകളല്ല എപ്പോഴും ചാമ്പ്യൻസ് ആവാറുള്ളത് എന്നുള്ളൊരു വേർഡ് പുള്ളി ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ പേരിൽ ഭയങ്കര ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷെ നമുക്ക് പറയേണ്ടത് മൊറോക്കോനെ പറ്റിയിട്ടാണ്. മൊറോക്കോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇനി മുമ്പ് പറഞ്ഞതുപോലെ മൊറോക്കോയുടെ കഴിഞ്ഞ കുറെ മത്സരങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടും ബ്രസീലിനേക്കാളും മുൻതൂക്കം അവർക്കാണെന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ പറയേണ്ടി വരും. അപ്പോ ശരിക്കും പറഞ്ഞാൽ ബ്രസീലിന് ആദ്യ മത്സരം തന്നെ ഒരു ഏറ്റവും കടുപ്പമേറിയ ഒരു കളിയാണ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ബ്രസീൽ ആദ്യ മത്സരം ജയിക്കുക എന്നുള്ളതാണ് ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ എപ്പോഴും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. ഫസ്റ്റ് മാച്ച് അങ്ങ് ജയിച്ചു കഴിഞ്ഞാൽ അത്രയും പ്രഷർ നമുക്ക്
കുറയും എന്നുള്ളതാണ്. പക്ഷെ ബ്രസീലിനെ സംബന്ധിച്ചിട്ട് ആദ്യ മത്സരം തന്നെ ഇത്രയും ടഫ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നില്ല മറ്റാർക്കും ഇത്രയും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു മത്സരം ഫസ്റ്റ് മാച്ച് കിടപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ബ്രസീലിനെ സംബന്ധിച്ചിട്ട് ഭയങ്കര ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു മത്സരമാണ്. പിന്നെ വേൾഡ് കപ്പ് ആണ്. പിന്നെ ബ്രസീലിന്റെ ജേഴ്സി അണിയുമ്പോൾ ക്ലബ്ബുകളിൽ കാണിക്കുന്ന പെർഫോമൻസ് ബ്രസീലിന്റെ പ്ലേയേഴ്സ് ചെയ്യാറില്ല. നെയ്മർ ഒഴിച്ച് ബാക്കി എല്ലാ എണ്ണവും ഭയങ്കര പ്രഷറിലേക്ക് പോകുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഫാക്ടുകൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ മൊറോക്കോയ്ക്ക് തന്നെയാണ് മുൻതൂക്കം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പം ലാസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്ന മൊറോക്കോ വേഴ്സസ് ബ്രസീൽ ഒരു ഫ്രണ്ട്ലി മത്സരത്തിലും കൂടെ മൊറോക്കോ ആയിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. 2-1 എന്ന സ്കോറിൽ ബ്രസീലിനെ മൊറോക്കോ പരാജയപ്പെടുത്തിയിരുന്നു. അപ്പോ മൊറോക്കോ ഒരു ചെറിയ ടീം അല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോ അത് എല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. പക്ഷെ നമ്മൾ നാളെ വിജയിക്കുകയാണെങ്കിൽ, ബ്രസീലാണ്, വേൾഡ് കപ്പ് ആണ്, കാര്യമൊക്കെ ശരിയാണ്. അപ്പൊ നാളെ ജയിക്കുകയാണെങ്കിൽ അത് വലിയൊരു ബോണസ് ആയിരിക്കും. അത് പ്ലേയേഴ്സിന് എല്ലാവർക്കും ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. പിന്നീട് നമുക്ക് താഴെ കിടക്കുന്ന രണ്ട് ടീമുകളോട്, ഇപ്പം മൊറോക്കോനോട് തോറ്റിട്ട് താഴെ കിടക്കുന്ന രണ്ട് ടീമിന്റെ കേസ് നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. ആരെങ്കിലും ഒരുത്ത പണി തന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തു പോകാൻ വരെ ചാൻസ് ആണ്. സോ അപ്പോ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ടെൻഷനുള്ള ഒരു ഗ്രൂപ്പ് സ്റ്റേജ് ആണ് ബ്രസീലിനെ കാത്തിരിക്കുന്നത് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പോ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. മൊറോക്കോ ഒരു ചെറിയ ടീം അല്ല, എല്ലാവരും അതൊന്ന് മനസ്സിലാക്കുക. താങ്ക് യു.